നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗ്രഹം ഓരോ രാശിയിൽ നിൽക്കുന്നതിനനുസരിച്ചുള്ള ബലത്തെ പറ്റിയായിരുന്നു. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പൂർണ്ണ ബലമാണെന്നും നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് 0 ബലമാണെന്നും മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് 1/4 ബലവും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് അരബലവും ഒക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ സ്വക്ഷേത്രം പഠിച്ചു, ഉച്ചരാശി പഠിച്ചു, നീചരാശി പഠിച്ചു. പക്ഷേ ഒരെണ്ണം നമ്മൾ പഠിക്കാൻ വിട്ടുപോയി. ഏതാണത്? മൂലത്രികോണ രാശി. ഗ്രഹത്തിൻ്റെ മൂലത്രികോണ രാശിയിൽ 1/4 ബലമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ മൂലത്രികോണ രാശി അറിഞ്ഞിരിക്കണം. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയും വേണം. മൂലത്രികോണ രാശി കൃത്യമായി പഠിച്ചിരുന്നാൽ മാത്രമേ ഗ്രഹങ്ങളുടെ ശത്രുമിത്രസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നൈസർഗികമായിട്ട് ചില ഗ്രഹങ്ങൾക്ക് ചില ഗ്രഹങ്ങളോട് സമന്മാരാണ്, ചില ഗ്രഹങ്ങൾ ചില ഗ്രഹങ്ങളോട് ശത്രുക്കളാണ്, ചില ഗ്രഹങ്ങൾക്ക് ചില ഗ്രഹങ്ങളോട് ബന്ധുക്കളാണ്. ഇതൊക്കെയുണ്ട്. ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫലം പറയുന്നതും. ഫലപ്രവചന ജ്യോതിഷത്തിൽ ഈ മൂലത്രികോണത്തെ പഠിക്കുകയും മൂലത്രികോണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഗ്രഹങ്ങളുടെ നൈസർഗിക ശത്രുമിത്രസ്ഥിതിയും ശത്രുമിത്ര സ്വഭാവവും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ അതിനടിസ്ഥാനം വേണ്ടത് മൂലത്രികോണമാണ്. നമ്മൾ ഉച്ചക്ഷേത്രം പഠിച്ചു, നീചക്ഷേത്രം പഠിച്ചു, സ്വക്ഷേത്രം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലത്രികോണ രാശിയാണ്. രവിയുടെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് അതിൻ്റെ സ്വക്ഷേത്രം തന്നായിട്ടുള്ള ചിങ്ങൻ രാശി തന്നെയാണ്. അതുപോലെ ചന്ദ്രൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള ഇടവം രാശിയാണ്. ഒന്നുകൂടെ പറയാം. രവിയുടെ മൂലത്രികോണ രാശിയായിട്ടുള്ളത് അതിൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള ഓൺ സൈനായിട്ടുള്ള ചിങ്ങം അഥവാ ലിയോ ആണ്. എന്നാൽ ചന്ദ്രന് തൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള ടോറസ് അഥവാ ഇടവം രാശി ആണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ള 5 ഗ്രഹങ്ങളെ നമുക്ക് പഠിക്കാം. ഇതെല്ലാം ഈ ബാക്കിയുള്ള 5 ഗ്രഹങ്ങളെല്ലാം തന്നെ അവരുടെ സ്വക്ഷേത്രം തന്നെയാണ് അവരുടെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത്. സ്വക്ഷേത്രം ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പം ഇത് പഠിക്കാനും എളുപ്പമായിരിക്കും. ബുധൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഒക്കെയായ കന്നിരാശിയാണ്. ശുക്രൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് ഓൾറെഡി ശുക്രൻ്റെ മറ്റേ രാശി ചന്ദ്രൻ കൈയടക്കി. അപ്പോൾ പിന്നെ ഈ രാശി ഏതായിരിക്കും? തുലാം രാശിയാണ്. അതുകൊണ്ട് ശുക്രൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് തുലാമാണ്. വ്യാഴത്തിൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് ധനുവും. ശനിയുടെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് കുംഭവും. ചൊവ്വയുടെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് മേടം രാശിയുമാണ്. ശുക്രന് 2 രാശിയുണ്ട് ആധിപത്യം, ബുധന് 2 രാശിയിൽ ആധിപത്യമുണ്ട്, കുജന് 2 രാശിയിൽ ആധിപത്യമുണ്ട്, വ്യാഴത്തിന് 2 രാശിയിൽ ആധിപത്യമുണ്ട്, ശനിക്കും 2 രാശിയിൽ ആധിപത്യമുണ്ട്. എന്നാലും ആ സ്വക്ഷേത്രത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബലം വരുന്നത് മൂലത്രികോണ രാശിയിലാണ്. അപ്പം രവിയുടെ രാശി ഏതാണ്? ചിങ്ങം. ചന്ദ്രൻ്റെ രാശി ഏതാണ്? ഇടവം. ബുധൻ്റെ രാശി ഏതാണ്? കന്നി. ശുക്രൻ്റെ രാശി ഏതാണ്? തുലാം. കുജൻ്റെ രാശി ഏതാണ്? മേടം. ബുധൻ്റെ രാശി ഏതാണ്? കന്നി. ഗുരുവിൻ്റെ രാശി ഏതാണ്? ധനു. ശനിയുടെ രാശി ഏതാണ്? കുംഭം. പഠിച്ചല്ലോ. മൂലത്രികോണ രാശി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഗ്രഹങ്ങളുടെ ശത്രുമിത്രസ്ഥിതി പഠിക്കാം. ജ്യോതിഷം അടിസ്ഥാന പ്രമാണങ്ങൾ
നന്നായി ഉറച്ചാൽ മാത്രമേ നമുക്കതിലേക്ക് ഇറങ്ങി നീന്താൻ പറ്റൂ. ഇതൊരു സമുദ്രം പോലെയുള്ള ശാസ്ത്രമാണ്. ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പഠിക്കാൻ പറ്റും. ആധുനികമായിട്ടുള്ള പല കണ്ടെത്തലുകളും ഹോളിസ്റ്റിക് സയൻസിൻ്റെ പല ഭാഗങ്ങൾ, എസ്പെഷ്യലി സൈക്കോളജി, അതേപോലെ തന്നെ മൈക്രോ ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂട്ടി യോജിപ്പിച്ച് പഠിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇപ്പം നമ്മളെടുക്കുന്ന ക്ലാസ്സുകളെല്ലാം വളരെ ലളിതമായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇത് പഠിച്ചുറച്ചാൽ നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നും അറിവുകൾ സമ്പാദിക്കാം, ജ്യോതിഷ സദസ്സുകളിൽ പോയിരുന്ന് അറിവുകൾ സമ്പാദിക്കാം, സ്വയം വിശകലനം ചെയ്തും അന്വേഷിച്ചും അറിവുകൾ സമ്പാദിക്കാം. അങ്ങനെ നിരവധി വഴികളിലൂടെ നിങ്ങൾക്ക് അറിവുകൾ സമ്പാദിക്കാം. പക്ഷേ ആ അറിവുകൾ സമ്പാദിക്കണമെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പോകുമ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായില്ല എങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഒരു മടുപ്പായിട്ട് നമുക്ക് തോന്നും, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം മൂലത്രികോണ രാശി എന്ന് പഠിച്ചു. അപ്പം മൂലത്രികോണത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ, അല്ലെങ്കിൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ, അല്ലെങ്കിൽ മൂലത്രികോണ രാശിയെ ആസ്പദമാക്കി ശത്രുമിത്രസ്ഥിതി എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.